നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കേരളത്തിലെ 16 സീറ്റുകളിൽ ഉൾപ്പെടെ 39 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ട ആന്റോ ആന്റണി, ആലപ്പുഴ KC വേണുഗോപാൽ, എറണാകുളത്ത് ഹൈബി ഈഡൻ, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, ചാലക്കുടി ബെന്നി ബെഹനാൻ, തൃശൂരിൽ K മുരളീധരൻ, പാലക്കാട് VK മണികണ്ഠൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, കോഴിക്കോട് MK രാഘവൻ, വടകരയിൽ ഷാഫി പറമ്പിൽ, കണ്ണൂർ K സുധാകരൻ, വയനാട് രാഹുൽ ഗാന്ധി, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എല്ലാവരും ഒരുമിച്ച് എടുത്ത തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്ഥാനാർത്ഥി നിർണയത്തിലെ ഉത്തരവാദിത്തം പാർട്ടിക്കെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. ഇടതുമുന്നണിയെ നിലംപരിശാക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് കോൺഗ്രസിൻ്റേതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കരുണാകരൻ്റെ മകൾ BJPയിൽ പോയി എന്ന് വലിയ പ്രചാരണം കൊടുക്കുന്ന ഇടതുമുന്നണിക്ക് കോൺഗ്രസ് കൊടുത്ത അടിയാണ് തൃശൂരിലെ K മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. BJPയെ എല്ലായിടത്തും 3-ാം സ്ഥാനത്ത് എത്തിക്കുക എന്നതാണ് തങ്ങളുടെ നയമെന്നും കേരളത്തിലവർക്ക് നിലം തൊടാൻ കഴിയില്ലെന്നും K മുരളീധരൻ. MP കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. BJP വെല്ലുവിളി ഏറ്റെടുക്കുകയാണെന്ന് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം പത്മജയെ BJP മുന്നിൽ നിർത്തിയാൽ അത്രയും പണി കുറയും, മുരളീധരൻ പരിഹസിച്ചു. വടകരയിലെ സ്ഥാനാർത്ഥിത്വം തീർത്തും അപ്രതീക്ഷിതമെന്നും വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം രാജ്യത്തെ ശക്തിപ്പെടുത്തുകയാണ് പ്രധാനമെന്നും കോൺഗ്രസിൻ്റെ ഓരോ സീറ്റും നിർണായകമാണെന്നും ഷാഫി വ്യക്തമാക്കി. SFI നേതാവായിരുന്ന അഭിമന്യുവിൻ്റെ കേസിലെ രേഖകൾ കാണാതായ സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചാർജ് ഷീറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ ഉൾപ്പെടെയുള്ള 11 രേഖകൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് നഷ്ടമായ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വൈകുന്നതിൽ ഇടതുമുന്നണി യോഗത്തിൽ വിമർശനം ഉന്നയിച്ച് CPI. പെൻഷൻ വൈകുന്നത് തെരഞ്ഞെടുപ്പിൽ തിരച്ചടിയാകുമെന്ന ആശങ്കയാണ് CPI പങ്കുവച്ചത്. അതേസമയം ക്ഷേമ പെൻഷൻ എത്രയും വേഗം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പ് മുമ്പ് കൊടുത്തു തീർക്കുമെന്ന് EP ജയരാജൻ. വന്യജീവി ആക്രമണത്തെ ചെറുക്കാൻ കഴിയാത്തതിന് കാരണം കേന്ദ്ര നിയമമാണെന്നും അതുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് BJPയായി മാറുകയാണെന്നും ഇതര സംസ്ഥാനങ്ങളിലെ പ്രവണത കേരളത്തിലും ആവർത്തിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് വക്താക്കൾ BJPയിലേക്ക് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഹ്ലാദകരമായ കാര്യമല്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാനാവാത്ത അവസ്ഥയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുത്ത് വളരാനുള്ള ശ്രമത്തിലാണ് BJP. കോൺഗ്രസ് നേതാക്കളെ വിമർശിക്കുമ്പോൾ BJP നേതാക്കൾ മിതത്വം പുലർത്തുന്നത് അതുകൊണ്ടാണ്. നേതാക്കൾ മറുകണ്ഠം ചാടുന്നത് തടയാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും ആകുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസിൽ നിന്നും നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നത് അഴിമതിയും തൊഴുത്തിൽ കുത്തും മടുത്തിട്ടാണെന്ന് V മുരളീധരൻ. പത്മജ വേണുഗോപാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മുരളീധരൻ. ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുടരാനുള്ള മടിയും കൊണ്ടാണ് കോൺഗ്രസിൽ ഇത്രയും കൊഴിഞ്ഞുപോക്കെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം നിലമ്പൂരിൽ പത്മജയ്ക്കും മോദിക്കും ഒപ്പം മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ്റെ ചിത്രമുള്ള ഫ്ലക്സ് വെച്ച് BJP നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് ബോർഡ് വെച്ചത്. ബോർഡിൽ നിന്നും K കരുണാകരൻ്റെ ചിത്രം മാറ്റണമെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി. CPMനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച BJP മുൻ സംസ്ഥാന സെക്രട്ടറിയും ന്യൂനപക്ഷ മോർച്ച ദേശീയ ഭാരവാഹിയുമായിരുന്ന AK നസീറിനെ CPM സംസ്ഥാന സെക്രട്ടറി
MV ഗോവിന്ദൻ AKG സെൻറ്ററിൽ വെച്ച് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഞായറാഴ്ച വരെ 5 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യത. 2 മുതൽ 4 ഡിഗ്രി വരെ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. മാസം 1000 രൂപ വീതമടച്ച് RO, UV, UF, ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം. നറുക്കു വന്നാൽ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക. 9447151447. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം.